ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ April 16th എനർജി എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള എനർജി വെനസ്ഡേ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. പയൽ നമ്പർ 1. ഇവിടെ 5 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫയർ, നിങ്ങളുടെ ഉള്ളിലെ പാഷൻ ഒത്തിരി ആക്റ്റീവായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് പേരൊരു റോ എനർജിയിൽ, ഒരു വൈൽഡ് എനർജിയിൽ, ആ ഒരു പാഷൻ്റെ എനർജിയിൽ ഇരിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇൻ കേസ് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡായിട്ട്, കുറച്ചും കൂടെ തുറന്ന മനോഭാവത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അത് അക്നോളജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണോ കുറച്ചൊരു ബ്ലോക്ക് ഉള്ളത്, ഒരു അന്ധകാരം, ഒരു ലൈറ്റിൻ്റെ കുറവുള്ളത്, അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ അക്നോളജ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒത്തിരി ലൈറ്റ്, ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, ഇതിൻ്റെ സൊല്യൂഷൻ ആൻസേഴ്സിനോട്ട് ഞാൻ നീങ്ങുന്നതാണ്. ആ ഒരു എനർജി ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ബ്ലോക്കാണോ ഉള്ളത് അത് ഹീൽ ചെയ്യാനായിട്ട്, അവിടെ ഒരു പ്രകാശം കൊണ്ടുവരാനായിട്ട് ഡിവൈൻ എനർജി നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്ത് ചൂസ് ചെയ്യണം എന്നറിയില്ല, ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത്, മുന്നോട്ടൊരു അസെൻഷൻ കൊണ്ടുതരുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബാക്കിൽ നമ്പർ 12 ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി അവേക്കനിങ് എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട് ഇന്നത്തെ ദിവസം എനർജീസ് അവൈലബിൾ ആണ്. 4 ഓഫ് കപ്സിൽ കുറച്ച് പേർക്ക് ന്യൂ എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീലിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ്റെ രൂപത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അവിടെ ഒരു ന്യൂ എനർജി, ഒരു ഹെൽപ്പ്, പ്രൊട്ടക്ഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ നന്മയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് പല സിറ്റുവേഷൻസും എൻഡ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കാനായിട്ട് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഫൈനലായിട്ട് പയൽ നമ്പർ 1 ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? വെനസ്ഡേ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. ഫോർഗീവ്നെസ്, അതുപോലെ തന്നെ പ്രയേഴ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രാർത്ഥനകൾ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളോട് ക്ഷമിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോർഗീവ്നെസ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരു എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഡിസേൺമെൻറ്റിൻ്റെ എനർജിയും വരുന്നുണ്ട്. അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. പല സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫോർഗീവ്നെസ്, ഒരു സോറിയുടെ എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. April 16th പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. താങ്ക് യു. ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഹാർമണി, ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലാണ്, വ്യക്തിബന്ധങ്ങളിലാണ്, കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രീഡം, സ്വാതന്ത്ര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാലഞ്ചിൻ്റെ എനർജിയാണ് 8 of Swords എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളെ കാണുന്ന രീതിയായിരിക്കാം, നിങ്ങളുടെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ അറ്റ് പ്രസൻറ്റ് നടക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തുന്നുണ്ടാകാം. ചിലപ്പോൾ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. കുറച്ച് പേർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയിൽ നിന്നിട്ട് ഒത്തിരി ട്രിഗേഴ്സ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. 5 of Pentacles അത് തന്നെയാണ് പറയുന്നത്. വിക്ടിം മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ എനിക്ക് കുറവുകളുണ്ട്, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അതിൻ്റെ സൊല്യൂഷൻസ്, ആൻസേഴ്സ് അത് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ക്യൂൻ ഓഫ് കപ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ, യോഗ അങ്ങനത്തെ എനർജീസായിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ പീസ്, സമാധാനം നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ്, നീതിയുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കോർട്ട് കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഗലായിട്ടുള്ള മാറ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ്, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. എങ്ങനെ ലൈഫിൽ ബാലൻസ് തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാം, അതിലെല്ലാം നിങ്ങൾ കുറേ കൂടെ എനർജി കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം സ്റ്റെബിലിറ്റി, ബാലൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. കുറച്ച് പേർക്ക് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തങ്ങളാണ്, അത് നിറവേറ്റാനായിട്ടും ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ ആ ഒരു കർത്തവ്യബോധം അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കാം. വെനസ്ഡേ ബ്ലെസ്സിങ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ ഡിവൈൻ ടൈമിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡിവൈൻ ടൈമാണ്, അതായത് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട ഇൻഫർമേഷൻസ്, സൊല്യൂഷൻസ്, ആൻസേഴ്സ് അതെല്ലാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ പീസ്, സമാധാനം നിലനിർത്താനായിട്ട്, ബാലൻസ് നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ ഹീലിംഗ് എനർജി അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ലവ്, റൊമാൻസ് അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. ആ ഒരു ഇമോഷണൽ വൂണ്ട് ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് അല്ലെങ്കിൽ സപ്പോർട്ട്, സൊല്യൂഷൻസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.